മിതി, ഇന്ന് നീ ഒറ്റയ്ക്കുള്ളൂ? ദേവു എവിടെ? അതിനവളുടെ ഒരുക്കം കഴിയണ്ടേ. ഇന്ന് വെളുപ്പിന് 5 മണിക്ക് എണീറ്റ് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കണത് അവള്. 5 മണിക്ക് ഒരുങ്ങാനുള്ളത് കാണാനുണ്ട്. നിങ്ങളൊന്ന് നോക്കിയേ നമ്മുടെ ദേവുനെ. ദേവു സൂപ്പർ, എന്ത് ഭംഗി നിന്നെ കാണാൻ. ഇങ്ങനെ ഭംഗിയാവാതിരിക്കും. എൻ്റെ ഡ്രസ്സ്, എൻ്റെ വാച്ച്, എൻ്റെ കമ്മല് എല്ലാം എൻ്റെയാ. എന്തുവാ ഇത്? നമുക്കിടയിൽ നിന്റെ എൻ്റെ എന്നൊക്കെ ഉണ്ടോ? എന്തായാലും ഡ്രസ്സ് പൊളിച്ചു. ദേ പിന്നെ നമ്മുടെ അനിയത്തി സാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഹായ്, ഗുഡ് മോർണിംഗ് മിഥില. അങ്ങേരുടെ ഒരു മോർണിംഗ്. ദേവു കലക്കി. എന്തായാലും നമ്മുടെ പ്ലാനിങ്ങിന് പറ്റിയ ഡ്രസ്സ്. എന്നാൽ നമുക്ക് വേഗം പോയാലോ? പിന്നെ പോവാം. ഐ എം സോ എക്സൈറ്റഡ്. പറ്റിയ ആളുടെ കൂടെ എൻ്റെ ദേവ് പോകുന്നത്. ദൈവമേ, അവളുടെ ജീവനെങ്കിലും ബാക്കി കിട്ടണേ. ദേവു എഡിറ്റിംഗ് സ്റ്റാഫ് റൂമിലില്ല. നമ്മുടെ ലൈബ്രറിയുടെ വഴി കൂടെ പോയെന്ന് പറഞ്ഞു. നീ എന്തായാലും അതുവഴി ഒന്ന് പോ, ഞാൻ പുറകെ വന്നേക്കാം. വരൂലോ അല്ലേ? എനിക്കങ്ങനെ പണി കിട്ടിയാലുണ്ടല്ലോ. നീ ചെയ്യില്ല, ഞാൻ വരാം. ഓ ദൈവമേ, ഭാഗ്യം. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കണ്ടെന്ന്. ഓ, ഇങ്ങോട്ടേ വരാൻ കണ്ടുള്ളൂ. ലൈബ്രറി അല്ലാതെ എത്രയോ വേറെ സ്ഥലങ്ങളുണ്ട്. കൊച്ചു കള്ളൻ ബുക്കും വായിച്ചുകൊണ്ടിരിക്കുക. വല്ല ബുക്ക് എടുക്കുന്ന മാതിരി എന്തെങ്കിലും ചെയ്ത് അൺഎക്സ്പെക്റ്റഡായി മുമ്പിൽ കയറിച്ചാൽ അതാ നല്ലത്. അയ്യോ അമ്മേ,